നമുക്കറിയാം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചത്തെ ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ക്യാമറ കൊണ്ടും മൊബൈൽ ഫോൺ കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതല്ലെങ്കിൽ ക്യാമറൻ്റെ മുകളിലോ മൊബൈലിലുള്ള ഫ്ലാഷുകളും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കും. ഇപ്പോൾ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ആവശ്യമാണ്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് രീതിയിലുള്ള സ്റ്റുഡിയോ ഫ്ലാഷുകളും ലൈറ്റ് സ്ട്രോബുകളും അവൈലബിൾ ആണ്. അതിൽ ഒരു മികച്ച കമ്പനിയാണ് ഗോഡോക്സ്. ഗോഡോക്സിൻ്റെ പുതിയ വെർഷനായ SK300-2 എന്ന് പറയുന്ന ഒരു ലൈറ്റ് കിറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആക്ച്വലി ലൈറ്റിൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിറ്റ് ഓർഡർ ചെയ്തതിൽ ഒരു കിറ്റാണിത്, SK300-2. ഇതിൻ്റെ 400 വെർഷനും ഉണ്ട്, 400 വാട്ട്സിൻ്റെ. ഇത് 300 വാട്ട്സ് ആണ്. സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിക്ക് മാത്രമല്ല, ഇപ്പോൾ ഫംഗ്ഷൻ ഫോട്ടോഗ്രാഫി, അതുപോലെ നമ്മൾ കല്യാണത്തിനൊക്കെ സ്റ്റേജിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഫ്ലാഷ് സെറ്റാണ് ഗോഡോക്സിൻ്റെ SK300-2. അപ്പോൾ നമുക്ക് ഗോഡോക്സിൻ്റെ ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ബാഗിലുള്ളത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ്, സിബുകളൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്താൽ കാണുന്നതിൽ 2 സോഫ്റ്റ് ബോക്സ് ആണ്. ഈ 2 സോഫ്റ്റ് ബോക്സ് വരുന്നത് 60x90, അതായത് 60 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഉള്ള 2 സോഫ്റ്റ് ബോക്സുകൾ, നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ബോക്സുകൾ തന്നെയാണ്. ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കി. നല്ല 2 സോഫ്റ്റ് ബോക്സുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കേബിൾ, വയറുകളും കേബിളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ട്രിഗർ വരുന്നത് XT60 എന്ന് പറഞ്ഞ ട്രിഗറാണ്. ഈ ട്രിഗർ ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്ലാഷ് ലൈറ്റുകൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള യൂണിറ്റ് ഗോഡോക്സിൻ്റെ SK300-2 ഫ്ലാഷാണ്. അത്ര ഹെവി ഒന്നുമല്ല, ഏകദേശം 2 കിലോക്ക് താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ബോക്സിൽ റിഫ്ലക്ടറുകൾ വരുന്നുണ്ട്, 2 റിഫ്ലക്ടറുകൾ. ഇതിൻ്റെ 2 റിഫ്ലക്ടറുകൾ നമുക്ക് എക്സ്ട്രാ ഈ ബോക്സിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള മോഡലിംഗ് ലൈറ്റുകൾ, മോഡലിംഗ് ലാമ്പുകൾ, പൊട്ടിയിട്ടില്ല, ഇതിനാവശ്യമായിട്ടുള്ള മോഡലിംഗ് ലാമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ ലാമ്പ് നമുക്കിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോഡോക്സിൻ്റെ ഈ ലൈറ്റിൽ SK300-2 വരുന്ന സെറ്റിങ്സും കൺട്രോൾസും എത്രമാത്രം പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ട്രിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് 32 ചാനൽസ് 16 ഗ്രൂപ്പായിട്ട് നമുക്ക് ഒരുപാട് ഫ്ലാഷുകൾ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ട്രിഗറാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ, യൂണിറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ബ്ലൂവിലാണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നോബ്, മാനുവലായിട്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബും സ്വിച്ചുകളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ട്രിഗർ വെച്ചിട്ടും നമുക്ക് വയർലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ പാനൽ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ നോബ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പവറുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ടെസ്റ്റ് ബട്ടനാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ. പിന്നെ മോഡലിംഗ് ലാമ്പ്, ഓണ് ഓഫ്, അതുപോലെ ഫുൾ പവർ. അപ്പോൾ ആദ്യം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. മോഡലിംഗ് ലാമ്പിൻ്റെ പവർ നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഫ്ലാഷിന് പ്രൊപ്പോർഷനായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് ബസർ ബട്ടനാണ്. നമുക്ക് ബസറിൻ്റെ ആ സൗണ്ട് ഉണ്ടല്ലോ, പീപ്പ് എന്നുള്ള സൗണ്ട് ഓഫാക്കാനും ഓണാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ബസർ ബട്ടൺ യൂസ് ചെയ്തിട്ട് ഓണാക്കും ഓഫാക്കുകയും ചെയ്യാം. അപ്പോൾ ബസർ ബട്ടൺ. അത് കഴിഞ്ഞിട്ട് വരുന്നത് S1 S2 ബട്ടനാണ്. S1 S2 ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ ഫ്ലാഷുകൾ, വേറെ കമ്പനിയുടെ ഫ്ലാഷുകൾ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലാഷുകൾ സെൻസർ ചെയ്തിട്ട് ഫ്ലാഷ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ S1 S2 ബട്ടന് വരുന്നത്. പിന്നെ വരുന്നത് ഗ്രൂപ്പും ചാനലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചാനലിലെത്തും. ചാനലിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നോബ് ഉപയോഗിച്ച് ചാനലുകൾ മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്കിതിൽ 32 ചാനൽ, അതായത് ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർ ഉപയോഗിക്കുന്ന ട്രിഗറും, അതായത് ക്യാമറയും ആ സെറ്റ് ലൈറ്റുകളാണ് ഒരു ചാനൽ. പിന്നെ ഈ ഒരു ട്രിഗറും മറ്റ് ലൈറ്റുകളും തമ്മിലുള്ള കണക്ഷൻസ്, അതായത് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇതിവിടെ 2 ലൈറ്റുള്ളതുകൊണ്ട് 2 ഗ്രൂപ്പ്. അപ്പോൾ ഒരു ട്രിഗറും
മറ്റ് ലൈറ്റുകളും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകളിൽ നമുക്ക് ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പവർ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഗ്രൂപ്പും ചാനലും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചാനലിപ്പോൾ ഒന്നിൽ കീപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാനലിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആദ്യം ഇത് ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പ് എ, ഇത് ഗ്രൂപ്പ് നമുക്ക് ഇപ്പോൾ 2ലാണ് കിടക്കുന്നത്, നമുക്ക് ബിയിലേക്ക് മാറ്റാം. ഗ്രൂപ്പ് ബിയിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫയർ ആവും. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി ആണ് എനിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ബിയിലേക്ക് ട്രിഗർ മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ പവർ കൂടുകയും കുറയുകയും ചെയ്യും. ബിയിൽ നമുക്ക് ട്രിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫയർ ചെയ്യുമ്പോൾ ആ ഫയറിലാണ് ബി ഫയർ ചെയ്യുള്ളൂ. അപ്പോൾ ബി ഞാൻ ഫുൾ പവർ ആക്കി. അതുപോലെ ഇനിയിപ്പോൾ എ ആണെങ്കിൽ എയിലേക്ക് മാറ്റുന്നു. എയിലേക്ക് മാറ്റിയതിന് ശേഷം എ ഇപ്പോൾ 1/4ലാണ് കിടക്കുന്നത്. എ നമുക്ക് ഫുൾ പവർ ആക്കാം. ഈ ഫുൾ പവർ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഫയർ കഴിഞ്ഞാൽ 2 ഫ്ലാഷും ഫുൾ പവർ എന്ന് പറഞ്ഞാൽ 300 വാട്ട്സ് ഫുൾ പവർ ശരിക്കും നമ്മൾ ഒരു സോഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്രയും പവർഫുള്ളായിട്ടാണ് ഇത്. ശരിക്കും ആൾ കരിഞ്ഞു പോകുന്ന രീതിയിലാണ് അടിക്കുന്നത്. കാരണം ഭയങ്കര ബ്രൈറ്റായിട്ടാണ് ഫയർ ചെയ്യുന്നത്. 300 വാട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള യൂസിനൊക്കെ 300 തന്നെ ധാരാളമാണ്. പിന്നെ അത്രയും വലിയ പിന്നെ എന്താ പറയുക, ഒക്ട ബോക്സ് ഒക്കെ വലുത് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു 400 നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫുൾ പവറിലിട്ടു, ഫയർ ചെയ്തു. അതുപോലെ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇപ്പോൾ ചാനൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കോർണറിൽ ചാനലിൽ 1, 2 എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് ചാനലിൽ പോയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്തു. ചാനൽ മാറ്റുന്ന സമയത്ത് അതിൽ കാണിക്കും എങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് ചാനൽ 2 ആണെങ്കിൽ. അപ്പോൾ അതുപോലെ ഈ ട്രിഗറിലെ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചാനലുകൾ മാറ്റാനും പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മോഡലിംഗ് ലാമ്പ് ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മോഡലിംഗ് ലാമ്പ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് SK300-2ൻ്റെ പ്രത്യേകതകൾ. അതായത് 40 സ്റ്റെപ്പിൽ നമുക്ക് ലൈറ്റുകൾ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 32 ചാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 16 ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റുകളും ഡിഫറെൻറ്റ് പവറായിട്ട് നമുക്ക് ഇതിമേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ലൈറ്റിംഗ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് സെറ്റാണ് SK300-2. വെയിറ്റും നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ വെയിറ്റും വളരെ കുറവാണ്. 2 കിലോയിൽ താഴെ മാത്രം 1 കിലോ ഒരു പിന്നെ ലൈറ്റ് സെറ്റ് വരുന്നുള്ളൂ. മോഡലിംഗ് ലാമ്പും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള 150 വാട്ട്സിൻ്റെ മോഡലിംഗ് ലാമ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കാനും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ആ ലൈറ്റ് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് SK300-ൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു വയർലെസ് പോർട്ട് USB പോർട്ട് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. വേറെ എക്സ്ട്രാ സിങ്ക് കേബിൾ കൊടുക്കാനും ഇതിൽ ഓപ്ഷൻ ഹോള് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ലൈറ്റ് മാത്രം ഓഫ് ചെയ്യണമെങ്കിൽ പവർ ഔട്ട്പുട്ട് കുറച്ച് കൊണ്ടുവന്നാൽ ഒരു ലൈറ്റ് മാത്രം നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ മാത്രമല്ല ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള വയർലെസ് റിസീവർ വരുന്നതുകൊണ്ട് തന്നെ മറ്റ് റിസീവറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഗോഡോസ് SK300-2ൻ്റെ സ്പെസിഫിക്കേഷൻസ്. എനിക്ക് തോന്നുന്നത് നമുക്ക് സ്റ്റുഡിയോക്ക് മാത്രമല്ല കല്യാണത്തിനൊക്കെ സ്റ്റേജിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റ് തന്നെയാണ് SK300. പിന്നെ ഇതിന് കൂടുതൽ സെറ്റിങ്സിനെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ സെറ്റിങ്സ് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം. പിന്നെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നാലേ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യാനൊക്കെ കിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. Thanks for watching me. Thank you so much. iShoot Photography.